പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ് ബേസിക് സയൻസിലെ 17ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അഥവാ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കുകളുണ്ട്. ഓക്കെയാണല്ലോ. ഫസ്റ്റ് വൺ വന്നിട്ട് തെർമോ പ്ലാസ്റ്റിക്. ഓക്കെയാണല്ലോ. എന്താണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് നോക്കാം കേട്ടോ. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ചൂടാക്കുന്ന അവസ്ഥയിൽ എല്ലാ പ്ലാസ്റ്റിക്കിനെയും പോലെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൃദുവായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളിത് തണുപ്പിക്കുന്ന സമയത്ത് ഇത് ഹാർഡാകും, കട്ടിയാകും. ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ഇനിയും ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും മൃദുവാകും, പിന്നെ തണുപ്പിക്കുമ്പോൾ വീണ്ടും ടൈറ്റ് ആകും എന്നുള്ള ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. ഓക്കെ. അതിൻ്റെ ആ ഒരു മോണോമറുകളുടെ ഘടന നോക്കും മക്കളെ. ലീനിയർ ആണ് അല്ലേ. നേരെയാണ് ഓരോ മോണോമർ യൂണിറ്റുകളും ബന്ധിച്ചിരിക്കുന്നത്. കണ്ടല്ലോ മക്കൾ. ഇങ്ങനെ ബന്ധിച്ചത് കൊണ്ടാണ് നമുക്കിതിനെ വീണ്ടും ചൂടാക്കുമ്പോൾ മൃദുവാക്കാനും തണുപ്പിക്കുമ്പോൾ ഹാർഡാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് കീസുകൾ, അതുപോലെ കുറച്ച് ലോക്കൽ പ്ലാസ്റ്റിക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതുതായിട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതും പോലെ തന്നെ 2 എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് പോളിത്തീനാണ്. ഓക്കെ. പോളിത്തീൻ പൊതുവായിട്ട് നമ്മുടെ ഈ ഒരു കവറേജ് ബാഗുകൾ, അതുപോലെ തന്നെ ഫുഡ് പാക്കറ്റുകൾ, ട്യൂബ്സ്, അങ്ങനെയുള്ള കുറച്ച് പിന്നെ ഗൃഹോപകരണങ്ങളായിട്ടുള്ള ചെറിയ ടംബ്ലേഴ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ മക്കൾ, കണ്ടെയ്നേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പോളിത്തീൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ. ഇവരെയൊക്കെ നമുക്ക് വീണ്ടും ചൂടാക്കാം, തണുപ്പിക്കുമ്പോൾ കട്ടിയാക്കാം എന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അതുപോലെ തന്നെയാണ് PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. മെയിൻ എക്സാമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ പ്ലംബിംഗ് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പുകൾ നമ്മൾ അത്രയും ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചൂടാക്കുന്ന സമയത്ത് എന്താകും, ഇതൊന്ന് ലൂസാകുന്ന സമയത്ത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇത് ആ ഒരു എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കൊണ്ടുപോയി ഫിക്സ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മളതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് കിടക്കും. അതായത് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ ലീക്കേജ് ഒന്നും ഇല്ലാതെ നമുക്ക് അത്രയും ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ ഇനിയിപ്പോൾ വീണ്ടും അത് എന്തെങ്കിലും ആവശ്യത്തിന് ഊരിയെടുത്തു, ദെൻ നമുക്ക് വീണ്ടും ടൈറ്റൻ ചെയ്യണം അല്ലെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു PVC പൈപ്പിനെ പിടിച്ച് ചൂടാക്കിയാൽ മതി. വീണ്ടും അതൊന്ന് സോഫ്റ്റ് ആകും, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഒരു ടീമാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും, മൃദുവായിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഹാർഡാകും. അത് പെർമനൻറ്റാണ്, പിന്നെ മാറില്ല. പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെയും ചൂടാക്കാമെന്ന് വെച്ചാൽ പിന്നെ അത് മെൽട്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അവരുടെ ആ ഒരു മോണോമറിൻ്റെ ഘടന നോക്കും മക്കൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നോക്കൂ, ലീനിയർ മാത്രമല്ല, ഇവരായിട്ട് അടുത്തൊരു ലെയർ ഉണ്ട്, അവർ കമ്പൈൻഡ് ആണ്. അത്രയും അവരങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയാണ് അല്ലേ, അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വീണ്ടും അവർ ആ പഴയ സോഫ്റ്റ് അല്ലെങ്കിൽ മൃദുവായ അവസ്ഥയിലോട്ട് പോവാത്തത്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ആളുകളെ വേണം അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. എക്സാമ്പിൾ നോക്കും മക്കൾ, ബാക്ക്ലൈറ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ഇതുപോലുള്ള വളകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. നമ്മൾക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഇവരുണ്ടാക്കി തരുന്ന വളകളാണ് ഇങ്ങനെയുള്ള വളകൾ. ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ ബാക്ക്ലൈറ്റ് ആണ്. അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരം ഇയാൾ മെൽറ്റ് അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് കിടക്കുകയായിരിക്കും. പക്ഷെ പിന്നീട് ഇവ ഒരു തവണ ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്ലഗ് ഇല്ലേ മക്കളെ, പ്ലഗ്, സ്വിച്ച്, അതുപോലെ ബട്ടൺസ്, അതുപോലെ നമ്മുടെ വൈദ്യുതി യൂട്ടൻസികൾ അല്ലെങ്കിൽ വൈദ്യുതി ഉപകരണങ്ങളുടെയൊക്കെ ഹാൻഡിൽസ്, അതുപോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള വെസൽസുകൾ, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ബാക്ക്ലൈറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കിനെ കേട്ടോ. പിന്നെ വന്നിട്ടുള്ള മെലാമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കിച്ചൺ കുക്കറീസിൽ തന്നെയാണ്. പക്ഷെ അത്രയും പൊട്ടാത്ത കുറച്ചും കൂടി ക്വാളിറ്റി തോന്നിക്കുന്ന ഇതുപോലുള്ള കുക്കറീസ് യൂസ് ചെയ്യാൻ. അതുപോലെ റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്ന കണ്ടില്ല, അതുപോലെയുള്ളൊരു ടൈപ്പാണ് മെലാമൈൻ എന്ന് പറഞ്ഞാൽ.
അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിരിക്കും. അവ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് മെൽറ്റായിട്ട് കിടക്കും. പിന്നെ നമ്മൾ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവ പിന്നെ മെൽറ്റ് ആവില്ല, അല്ലെങ്കിൽ എന്താണ് അത്രയും ഹാർഡായിട്ട് കിടക്കും. ഓക്കെയാണല്ലോ. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൽ തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഫിസിക്കൽ ചേഞ്ച് മാത്രമേ ഉണ്ടാകുള്ളൂ, അതായത് ഭൗതികമായിട്ട് അവർ മാറുള്ളൂ. പക്ഷേ നമ്മളെ ഈ ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്ലസ് കെമിക്കൽ ചേഞ്ച് ഉണ്ട്, അതായത് അവരുടെ രാസമാറ്റവും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അവരങ്ങനെ മാറാത്തത്. കാരണം അവർ ഒരു തവണ ചൂടാക്കി തണുപ്പിച്ചാൽ അവർ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി മാറി, അതുപോലെ കെമിക്കലി രാസപരമായിട്ട് അവരെന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവരെ പഴയ സ്റ്റേജിലോട്ട് എത്തിക്കാൻ പറ്റാത്തത്. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.